പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാത സമയത്തിനായി ഞാൻ നന്ദിയുള്ള ഹൃദയത്തോടെ വീണ്ടും എൻ്റെ കർത്താവിന് സ്തോത്രം ചെയ്യും. നല്ലൊരു പ്രഭാതം കൂടെ ദൈവം നമുക്ക് തന്നിരിക്കുമ്പോൾ ഒരു വചന ധ്യാനത്തിനായിട്ട് യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം ഞാൻ വായിക്കുന്നു. താൻ എന്ത് ചെയ്യുവാൻ പോകുന്നു എന്ന് താൻ അറിഞ്ഞിരുന്നു. ദൈവത്തിന് സ്തോത്രം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രസംഗം കേൾക്കാൻ തക്കണം ആയിരക്കണക്കിന് ആൾക്കാർ ഒരുമിച്ച് പോയി. എന്നാൽ പ്രസംഗം ദീർഘമായപ്പോൾ സന്ധ്യയായി വരുന്നത് കണ്ടപ്പോൾ യേശു ശിഷ്യന്മാരെ വിളിച്ചിട്ട് പറയുകയാണ്, നിങ്ങൾ ഇവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പീൻ. അത് കേട്ട ശിഷ്യന്മാർ വളരെ ഭയപ്പെട്ടു പോയി. ഒന്നും രണ്ടുമല്ല, ആയിരക്കണക്കിന് ആൾക്കാർ അവിടെ വന്നിരിക്കുക. അവർക്ക് കൊടുക്കുവാൻ തക്കണം യേശു പറഞ്ഞപ്പോൾ ശിഷ്യന്മാർ പെട്ടെന്ന് വ്യാകുലപ്പെട്ടു പോയി. അവർ പറയുന്ന മറുപടികൾ ആ വാക്യങ്ങൾ താഴേക്കൊക്കെ വായിക്കുമ്പോൾ കാണുന്നുണ്ട്. നാഥാ, ഇത്രയും പേർക്ക് നമ്മൾ ആഹാരം എവിടെ നിന്ന് കൊണ്ടുവരും എന്നൊക്കെ ശിഷ്യന്മാർ പല സംശയത്തോടും കൂടെ പല ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ യേശു കർത്താവിൻ്റെ മനസ്സിലുണ്ടായിരുന്ന ആ ജനത്തെക്കുറിച്ചുള്ളൊരു കാഴ്ചപ്പാടിനെ കുറിച്ചാണ് നാം ഇവിടെ വായിച്ച ഭാഗത്ത് കാണുന്നത്. നാം വായിച്ചത് ഇങ്ങനെയാണല്ലോ, താൻ എന്ത് ചെയ്യാൻ പോകുന്നു എന്ന് താൻ അറിഞ്ഞിരുന്നു. സ്തോത്രം. നമ്മുടെ യേശു കർത്താവ് നമ്മളോട് എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ തന്നെ കർത്താവ് നമുക്ക് വേണ്ടി എന്താ ചെയ്യാൻ പോകുന്നതെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് കർത്താവ് നമ്മളോട് പറയുന്നത്. ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് വേദപുസ്തകത്തിൽ നിന്ന് പഠിക്കാൻ സാധിക്കും. നമ്മളോട് കർത്താവ് എന്തെങ്കിലും മുൻപോട്ട് പോവുക എന്ന് പറയുമ്പോൾ നമ്മൾ മുൻപോട്ട് പോകുമ്പോൾ എന്താണ് കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തു തരാൻ പോകുന്നതെന്ന് നാം അറിയുന്നില്ലെങ്കിൽ കർത്താവ് നമ്മളോട് അറിയുന്നു. ശിഷ്യന്മാരോട് ഇത്രയും പേർക്ക് നിങ്ങൾ ആഹാരം കൊടുപ്പീൻ എന്ന് പറയുമ്പോൾ തന്നെ യേശു കർത്താവിന് താൻ എന്താ അവിടെ ചെയ്യാൻ പോകുന്നതെന്ന് യേശു കർത്താവിന് അറിയാമായിരുന്നു. എൻ്റെ ഇവിടുത്തെ വിഷയം നമ്മളെ ഉള്ളതുപോലെ അറിയുന്ന ഒരു ദൈവത്തെക്കുറിച്ചാണ് നാം മനസ്സിലാക്കേണ്ടത്. യേശു കർത്താവിന് നമ്മളെ ഉള്ളതുപോലെ അറിയാൻ പ്രിയപ്പെട്ടവരെ. യേശു നമ്മളോട് എന്തെങ്കിലും കൽപ്പിക്കുമ്പോൾ, എന്തെങ്കിലും ചെയ്യാൻ പറയുമ്പോൾ ഒരു പക്ഷെങ്കിൽ അത് നമുക്ക് ചെയ്യാൻ അല്പം പ്രയാസകരമാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് കർത്താവ് പറയുന്നത്. യേശു കർത്താവ് പത്രോസിനോട് പറഞ്ഞു, നിരാശയോടെ വല വീശി മടങ്ങി വന്ന് വല കഴുകി വീട്ടിൽ പോകാൻ തുടങ്ങുന്ന പത്രോസിനോട് കർത്താവ് പറയുന്നു, നിന്റെ പടക് എനിക്കൊന്ന് വിട്ടുതരാൻ പറയുന്നു. ആ പടക് യേശു കർത്താവ് ചോദിച്ചു വാങ്ങിക്കുമ്പോൾ തന്നെ പത്രോസിന് വേണ്ടി എന്താ ചെയ്യാൻ പോകുന്നത് എന്ന് യേശു കർത്താവിന് അറിയാമായിരുന്നു. എന്നെ ശ്രദ്ധിക്കുന്ന വാത്സല്യ സഹോദരങ്ങളെ, യേശു കർത്താവ് നമുക്ക് വേണ്ടി എന്താ ചെയ്യാൻ പോകുന്നത് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മെ ഈ ദൈവഭാഗത്തേക്ക് ദൈവം നമ്മളെ വിളിച്ചത് ദൈവമാണെങ്കിൽ അവൻ വിശ്വസ്തനാണ്. കരയുന്ന കാക്കക്കുഞ്ഞുങ്ങൾക്ക് തീൻ കൊടുക്കുന്നവനും കാട്ടിലെ മൃഗങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നതും കർത്ത ദൈവമാണെങ്കിൽ ഇന്ന് പകൽക്കാലം മനസ്സിലാക്കുക, നമ്മുടെ ഉള്ളത്തിൻ്റെയും നമ്മുടെ ഹൃദയത്തിൻ്റെയും ശരീരത്തിൻ്റെയും നമ്മുടെ കുടുംബത്തിൻ്റെയും നമ്മുടെ എല്ലാ മേഖലകളിലുമുള്ള ആവശ്യങ്ങളെ അറിയുന്നവനാണ് നമ്മുടെ കർത്താവ്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം നിങ്ങൾ വിശ്വസിച്ച് നിങ്ങളെ ഉള്ളതുപോലെ അറിഞ്ഞിട്ടാണ് കർത്താവ് നിങ്ങളെ വിളിച്ചത്. പത്രോസിന്റെ പടകിലേക്ക് കർത്താവ് കയറിയപ്പോൾ അത് ശൂന്യമായ പടകാണെന്നും വലയിൽ ഒന്നുമില്ല എന്നും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് യേശു കർത്താവ് വിളിച്ചത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ ഉള്ള അവസ്ഥകളെ അറിഞ്ഞുകൊണ്ടാണ് കർത്താവ് വിളിക്കുന്നതെങ്കിൽ ആ വിളി കേട്ട് യേശു കർത്താവിന്റെ അടുത്തേക്ക് ഒന്ന് ചെല്ലാൻ നമുക്ക് കഴിയുമോ? ശിഷ്യന്മാർ, നാഥാ, നിങ്ങൾ ഇത്രയും പേർക്ക് ആഹാരം എങ്ങനെ കൊടുക്കുമെന്ന് പറയുമ്പോഴും യേശു കർത്താവ് അവർക്ക് ആഹാരം കൊടുക്കാൻ കഴിയുമെന്ന് അത് യേശു കർത്താവിന് അറിയാമായിരുന്നു. എങ്കിൽ എന്നെ നിങ്ങളെയും ദൈവത്തിന്റെ മകനും മകളുമായി ദൈവം വിളിച്ചെങ്കിൽ ഓർത്തുകൊള്ളുക, നമുക്ക് വേണ്ടതെല്ലാം തരാൻ യേശുവിന്റെ പക്കലെല്ലാം ഉണ്ട്. ഞാനും നിങ്ങളും പകലന്തോളം അധ്വാനിച്ചിട്ട് മടങ്ങി വരുമ്പോൾ നമുക്ക് വേണ്ടത് തരാൻ തക്കണം യേശു കർത്താവിന്റെ കയ്യിലുണ്ട്. മുഴുവൻ അധ്വാനിച്ചിട്ട് വലയും കയറ്റി അതേ കരയിലേക്ക് കയറി വരുമ്പോൾ നമ്മളൊരു ഭാഗത്ത് വായിക്കുന്നുണ്ട്, യേശുക്കത്ത കനൽ ചുട്ട അടയുമായിട്ട് യേശുക്കത്ത നല്ല വറുത്ത മീനുമായിട്ട് അവിടെ കാത്തിരിക്കുക ശിഷ്യന്മാരെ.
നമ്മുടെ അവസ്ഥകളെ അറിയുന്ന ദൈവം. ഇന്ന് പകൽക്കാലം എന്റെയും നിങ്ങളുടെയും ഹൃദയത്തിന്റെ അവസ്ഥകളെ ഉള്ളതുപോലെ അറിയുന്ന ദൈവം, നമ്മുടെ വേദനകളെ അറിയുന്ന ദൈവം, നമ്മുടെ ഇല്ലായ്മകളെ അറിയുന്ന ദൈവം, നിന്റെ ശൂന്യതകളെ അറിയുന്ന ദൈവം, നീ തളർന്നിരിക്കുന്നത് കാണുന്ന ദൈവം, അതെ, നീ തളർന്നു പോകുന്നത് കാണുന്ന ദൈവം. സ്തോത്രമാകിയാൽ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, നിങ്ങൾ ശക്തിപ്പെട്. കർത്താവ് പറയുന്നത് നിങ്ങൾ അനുസരിക്കുക. നിങ്ങൾ അനുസരിക്കുന്നുവെങ്കിൽ മനസ്സിലാക്കുക, കർത്താവ് ചില പ്ലാനുകൾ വെച്ചുകൊണ്ടാണ് നിങ്ങളോട് ചിലത് പറയുന്നത്. പത്രോസിനോട് വലയിറക്കാൻ പറഞ്ഞത് യേശു കർത്താവ് എന്താ ചെയ്യാൻ പോകുന്നത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് വലയിറക്കാൻ പറഞ്ഞത്. ലാസറിന്റെ കല്ലറയുടെ അതേ കല്ലുരുട്ടി മാറ്റാൻ പറഞ്ഞത് യേശു കർത്താവ് അവിടെ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് കർത്താവ് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പറഞ്ഞതെങ്കിൽ ഇന്ന് പകൽക്കാലം എന്റെ ഈ ദൈവവചനം കേൾക്കുന്ന ദൈവ സഹോദരങ്ങളെ, ദൈവം നിങ്ങൾക്ക് വേണ്ടി ചിലത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ നിങ്ങൾ ഒരുങ്ങുമോ? നിങ്ങൾ കർത്താവ് പറയുന്നത് അനുസരിപ്പാൻ നിങ്ങൾക്ക് തയ്യാറാണോ, സമ്മതമാണോ? എങ്കിൽ അത്ഭുതം ഇന്ന് പകൽക്കാലം നടക്കും. ആകയാൽ ഈ വചനം വിശ്വസിക്കുക. യേശു എന്ത് ചെയ്യാൻ പോകുന്നു എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നിങ്ങളെ വിളിച്ചത്. ഇന്നൊരു പകൽവേള നിങ്ങൾക്ക് തന്നത് യേശു കർത്താവാണെങ്കിൽ, ദൈവമാണെങ്കിൽ ഓർത്തുകൊള്ളുക, ഇന്ന് പകൽക്കാലം നിങ്ങൾക്ക് വേണ്ടതെല്ലാം ദൈവം തരാൻ മതിയായവനാണ്. വിശ്വസിക്കുക, ഈ വചനത്തെ മുറുകെ പിടിക്കുക. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.